അവസാനമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന സമൂഹത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോട് എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയും. കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ് ഈ പറയുന്ന അസുഖങ്ങളെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും പൈസ അല്ലെങ്കിൽ അത്രയും കവറേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർ നിർബന്ധമായിട്ട് എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഏത് ഏജൻറ്റ് വഴിയും എടുക്കാം. പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഓർത്തെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. കാര്യം നിങ്ങൾ ഹാർഡ് ഏൺഡ് മണിയാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഹോസ്പിറ്റലിൽ കളയുന്ന ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ബാക്കിയുള്ളവരോട് ഇത് പറയണം, ഹെൽത്ത് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയണം. എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് അറിഞ്ഞ് തന്നെ മാത്രമേ എടുക്കാവുള്ളൂ. വെറുതെ ചാടിക്കയറി ഒരാൾ പറഞ്ഞു കയറി എടുക്കരുത്. ഞാൻ പറഞ്ഞില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ അപ്പോൾ ആ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ പോളിസി ഡോക്യുമെൻറ്റ് കോപ്പിയെങ്കിലും നിങ്ങൾ വായിക്കണം. അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ബെനിഫിറ്റ്സ് എങ്കിലും വായിച്ചിട്ട് ശേഷം മാത്രമേ ഒരു ഇൻഷുറൻസ് എടുക്കാവുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഹാർഡ് ഏൺഡ് മണി വെറുതെ കൊണ്ട് കളയരുത്. എന്തിനേക്കാളും പ്രയോറിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് യാതൊരു മടിയില്ല. അതൊരു നിയമം കൂടെയാണ്, നിയമം ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു നിയമമല്ല. പക്ഷേ വെളിരാജ്യത്തൊക്കെ NI നമ്പർ എന്ന് പറയും, നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എംപ്ലോയീസിന് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും നമ്മൾ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് നിങ്ങൾ വിചാരിക്കും ഒരു ഏജൻറ്റ് നിങ്ങളെ നിരന്തരം വിളിക്കുന്നത് അത് അവരുടെ ഗുണത്തിന് മാത്രമല്ല എന്നുകൂടെ ചിന്തിക്കുക. അങ്ങനെ നിർബന്ധമായിട്ട് നിങ്ങളെ ചിന്തിക്കണം, നിങ്ങളുടെ ഗുണത്തിനും കൂടിയാണ് ഇത് പറയുന്നത്. ഇവിടെ സാധാരണ ഞാൻ കണ്ടുവന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള കാര്യം, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം കസ്റ്റമർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്കെന്താണ് ഇതിനകത്ത് ബെനിഫിറ്റ് എന്താ ചോദിക്കുന്നത്. എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടോട്ടെ, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, അത് എന്ത് ബെനിഫിറ്റാണ് എനിക്ക് കിട്ടുന്നത്, എന്തിനാണ് കസ്റ്റമറായ നിങ്ങളറിയുന്നത്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അവന് കിട്ടുന്ന ബെനിഫിറ്റ് അവൻ എടുത്തോട്ടെ, അവൻ പണിയെടുക്കുന്നതിൻ്റെ കാശ് അവൻ എടുക്കുന്നത്. പക്ഷേ പണിയെടുക്കുന്നത് അവൻ സത്യസന്ധമായിട്ടാണോ കാര്യങ്ങൾ പറയുന്നത്, വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ, നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്യുമെന്ന് പറയുമ്പോഴും ചില അസുഖങ്ങൾ കവർ ചെയ്യാത്തതുണ്ട്. അതായത് ഇപ്പോൾ ലിവർ സിറോസിസ്, ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയ ഒരാൾ കൊടുത്തൊരു കേസിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ലിവർ സിറോസിന് കവർ ചെയ്യത്തില്ല, സൂയിസൈഡ് അറ്റംപ്റ്റ് കവർ ചെയ്യത്തില്ല, മെയിൽ ടു ഫീമെയിൽ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള സർജറി കവർ ചെയ്യത്തില്ല, കോസ്മെറ്റിക് സർജറികൾ കവർ ചെയ്യത്തില്ല. പക്ഷേ കോസ്മെറ്റിക് സർജറി കവർ ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ പല്ല് പോയി അല്ലെങ്കിൽ മുഖം പോയി അതിന് ഉള്ള പ്ലാസ്റ്റിക് സർജറിയോ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പല്ലിന് ഡെൻ്റൽ കവറേജ് കിട്ടുന്ന പോളിസികളുണ്ട്, അതും കൂടെ ഓർക്കണം. പക്ഷേ അതും ഇതുപോലെ ഒരു 10,000 രൂപ മാക്സിമം കിട്ടത്തുള്ളൂ. ഒരു മേ ബി ഒരു എന്താ പറയുക, ക്യാപ്പിങ്, റൂട്ട് കനാൽ പോലുള്ള ഇതിന് കിട്ടും, ഇയറിംഗ് എയ്ഡിന് കിട്ടും, ഡയഗ്നോസിസിന് 25,000 രൂപ കിട്ടും. അങ്ങനെ കുറേ പോളിസികളൊക്കെ ഉണ്ട്. പോളിസികൾ ഇഷ്ടമാതിരി ഒരു കലവറ തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവന്നേക്കുന്ന പോളിസികൾ. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ പോളിസി എടുക്കണം. പോളിസി ഡോക്യുമെൻറ്റ് വായിക്കണം. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഏജൻറ്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും ഇന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നമ്മുടെ ഏറ്റവും നല്ലൊരു ഉപകാരിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത്. നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടന്നാൽ ഇന്നോ നാളെയോ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആശയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആശയമായിരിക്കും. നാളെ ഇനി കിട്ടത്തില്ല, അല്ലെങ്കിൽ നാളെ ഞാൻ തരത്തില്ല. എനിക്കും പരിമിതികളുണ്ടാവും. അപ്പം മാക്സിമം നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയോ ബന്ധുക്കാരെയോ കൂട്ടുകാരെയോ ഒക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് നമ്മളിതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അത് EMI ആയിട്ട് എങ്ങനെയെങ്കിലും അത്യാവശ്യം കുറച്ച് കവറേജ് എടുത്തിട്ട് വേണ്ട ടോപ്പ് പോളിസികൾ എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.